ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ പനീർ ഉണ്ടാക്കാമെന്നാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പോഷകങ്ങളുടെ കലവറായിട്ടുള്ള ഒരു പാൽ ഉൽപ്പന്നമാണ് പനീർ. പാലും നാരങ്ങനീര് അല്ലെങ്കിൽ വിനാഗിരി മാത്രമേ ഇതിന് നമുക്ക് ആവശ്യമുള്ളൂ. ഞാൻ 1 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് അടുപ്പത്ത് വെച്ച് നന്നായി തിളച്ച് വരുമ്പോഴത്തേനും ഫ്ലെയിം നന്നായി കുറച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നാരങ്ങനീര് ഉപയോഗിക്കാം അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിക്കാം. എൻ്റെ അടുത്ത് വിനാഗിരിയാണ് ഉണ്ടായിരുന്നത്. അത് ഈ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇത് എത്രത്തോളം ഒഴിക്കണമെന്ന് വെച്ചാൽ അത് ഓരോരുത്തരെയും പാലിനനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല ഫാറ്റുള്ള പാലാണ്. അപ്പോൾ ഫാറ്റുള്ള പാലാണെന്നുണ്ടെങ്കിലാണ്, അതായത് വെള്ളമൊന്നും ചേർക്കരുത് നിങ്ങൾ എടുക്കുന്ന പാലിൽ. അപ്പോൾ നമുക്ക് നല്ലോണം ആ ക്വാണ്ടിറ്റി കിട്ടുള്ളൂ. അതിൽ വിനാഗിരി ചേർത്ത് കഴിയുമ്പോൾ തന്നെ പാലിങ്ങനെ പിരിയാൻ തുടങ്ങും. അപ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് പാലിന് മൊത്തം വെള്ളം വേർപ്പെട്ടിട്ട് ഈ ഫാറ്റ് മാത്രം ഇങ്ങനെ കട്ടയായിട്ട് വരും. അതുപോലെ ആ വെള്ളത്തിനൊരു യെല്ലോ കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ മൊത്തത്തിൽ ഒരു കോട്ടൺ തുണിയിലേക്ക് പകർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കണം. തുണി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, കാരണം അപ്പോഴേ നല്ലൊരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി ഇതിനെ ഒന്ന് നല്ല ചൂടായിരിക്കും, അതൊന്ന് പിഴിഞ്ഞെടുക്കുക. ഒരു പച്ചവെള്ളത്തിലും കൂടെ ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ തുണി ഒന്ന് മടക്കിയിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി വെച്ചിട്ട് ഒന്ന് തുണി മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വെയിറ്റ് കയറ്റി വെക്കണം. നല്ല കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഈ ഒരു മിൽക്ക് പ്രോഡക്റ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും മികച്ചൊരു ഭക്ഷണമാണ്. ഇതുപോലെ വെയിറ്റ് കയറ്റി വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യുക. അതൊന്ന് ഹാർഡായി വരാനായിട്ടാണ്. അതിനുശേഷം എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ പ്രമേഹ രോഗികൾക്കും വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഇത് വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.